ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോൺസ്റ്റെറ വെറൈറ്റിയിൽപ്പെട്ട കുറച്ച് ചെടി അഥവാ അതിൻ്റെ കളക്ഷൻസൊക്കെയാണ് വീഡിയോയുടെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് റാപ്പിഡ് ഫോറ എന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ നഴ്സറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതേപോലെ മിനി മോൺസ്റ്റെറ വെറൈറ്റിയും മോൺസ്റ്റെറ അഡ്വാൻസോണി വെറൈറ്റികളൊക്കെ നമുക്ക് ഈ രീതിയിൽ ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ്. നമുക്ക് കുറഞ്ഞ ഒരു മെയിൻ്റനൻസ് മാത്രമേ ഈ ചെടികൾക്ക് വരുന്നുള്ളൂ. കാണുന്നത് നമ്മുടെ മോൺസ്റ്റെറ അഡ്വാൻസോണി വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിലോഡെൻഡ്രോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫുകൾക്ക് ഇതേപോലെ ഹോളുകൾ ഉണ്ടാകും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ലീഫുകൾ വളർന്നു കഴിഞ്ഞിട്ടെങ്കിൽ കുറച്ച് കാലം ഈ ലീഫുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. പൊതുവെ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഈ ചെടികൾ വളരുക. അതുകൂടാതെ ഈ ചെടികൾക്ക് നമ്മൾ താങ്ങ് കൊടുത്തിട്ടില്ലെങ്കിൽ വള്ളികളായിട്ട് പടർന്നു പോകുന്ന ചെടിയാണ്. അത്യാവശ്യം താങ്ങ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അതേപോലെ ക്രീപ്പിംഗ് പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് റാപ്പിഡ് ഫ്ലോറ വെറൈറ്റിയിൽപ്പെട്ട നമ്മുടെ മോൺസ്റ്റെറയുടെ മിനി മോൺസ്റ്റെറയുടെ ഒരു വെറൈറ്റിയാണ്. കണ്ടാൽ നമ്മുടെ മോൺസ്റ്റെറ ആണെന്ന് തോന്നുമെങ്കിലും ഒറിജിനൽ മോൺസ്റ്റെറ അല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ ഇതേപോലെ വള്ളികളായിട്ട് പടർന്നു പോകുന്നതാണ്. മരത്തിന് മുകളിലൊക്കെ വലിയ ലീഫുകളായിട്ട് പടർന്നു കയറാൻ ഈ ഒരു ചെടിക്ക് സാധിക്കും. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നിറയെ വേരുകൾ ഉണ്ടാകുക എന്നുള്ളത്. നിറയെ വേരുകൾ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് ആ ഒരു രീതിയിൽ വളരുകയും ചെയ്യും. അതേപോലെ നിലത്തേക്ക് ഈ വേരുകൾ ഇറങ്ങി നിലത്തു നിന്ന് മണ്ണ് നിന്നും ഇത് ആവശ്യമുള്ള വളങ്ങളൊക്കെ ഈ ചെടികൾ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ചെടിയിൽ തന്നെ നിറയെ തൈകളും വലിയ തണ്ടും വലിയ ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്ന പ്ലാന്റ് തന്നെയാണ്. നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചെടികൾ വലിയ മരത്തിന് മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ലീഫുകളായി മാറി അവിടെ നിറയെ കാടായിട്ട് മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഈ പ്ലാന്റുകൾ നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന പോലെ തന്നെ ഈ പ്ലാന്റുകൾ നമ്മൾ ചട്ടിയിലായിട്ട് ഇൻഡോറിലൊക്കെ വളർത്തുകയാണെങ്കിൽ കൂടുതൽ ഭംഗി കിട്ടുന്ന പ്ലാന്റ് കൂടിയാണിത്. നിലത്ത് നമ്മൾ ഈ ചെടി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ലീഫൊക്കെ വലിയ ലീഫുകളായി മാറി വലിയ തണ്ടുകളായി മാറി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മരത്തിന് മുകളിലൊക്കെ കയറാനൊക്കെ ഈ ചെടിക്ക് സാധിക്കും. വലിയ ലീഫുകളും വലിയ വേരുകളൊക്കെ ആയിട്ട് നിറയെ പെട്ടെന്ന് പന്തലിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഇതിൻ്റെ കട്ടിങ്ങുകളൊക്കെ ചെറിയ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് കൊടുത്തുള്ള നല്ല ഭംഗിയായിരിക്കും. ലീഫുകൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ലീഫുകളാണ്. അതേപോലെ തന്നെ നല്ല വേരുകളൊക്കെ വന്ന് നിൽക്കുന്ന കുറച്ച് ഇതേപോലത്തെ കട്ടിങ്ങുകൾ എടുത്ത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഒരു വൈറ്റ് ബോട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ മോൺസ്റ്റെറ അല്ലെങ്കിൽ മോൺസ്റ്റെറയെ പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള ലീഫുകളൊക്കെയാണ് ഈ ചെടിക്കുള്ളത്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വളർത്തിയിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ ചട്ടിയിൽ വെച്ച് അത്യാവശ്യം നല്ല ചാണകപ്പൊടിയും മണ്ണൊക്കെ ഇട്ട് നമ്മൾ വളം ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വലിയ ലീഫുകളായിട്ട് മാറി വളർന്നു വരികയും അതേപോലെ തന്നെ അതിൽ നിന്ന് പുതിയ തൈകളും വലിയ തണ്ട് തന്നെ നല്ല വള്ളി പോലെ വളർന്ന് മുകളിലേക്ക് കയറി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വള്ളികളും കട്ടിങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പുതിയ പോട്ടിലേക്ക് വെക്കുകയാണ്. ഇത്തരത്തിലുള്ള കുറച്ച് കട്ടിങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മണി പ്ലാന്റ് നമ്മൾ എങ്ങനെയാണോ നടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് നട്ടെടുക്കാവുന്നതാണ്. ചെറിയ നോഡുകൾ വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ ചെറിയ പോട്ടുകളിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ ഇതിൻ്റെ തൈകൾ നിറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ളത് വാട്ടറിങ് ആണ്. ചെടിക്ക് അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന ഏരിയയിലായിരിക്കും നമ്മൾ ചെടി വെച്ച് കൊടുക്കുക, ചെടി നനച്ച് കൊടുക്കുക ഡെയിലി ആയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ നല്ല വെയിലത്തൊക്കെയാണ് ചെടി വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറാനൊക്കെ സാധ്യതയുണ്ട്. ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണെങ്കിൽ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ചെടി ഇതേപോലെ ചെറിയ പോട്ടുകളിലും ഹാങ്ങിങ് ആയിട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ ലീഫുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായി തീരുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് വളർത്താമെന്നൊക്കെയാണ്. അപ്പോൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത കുറച്ച് ചെടികളാണ് ഇപ്പം ആദ്യം നമ്മൾ കണ്ട വെറൈറ്റികൾ. മോൺസ്റ്റെറയുടെ അഡൻസോണിയ വെറൈറ്റിയും നമ്മുടെ ബ്രസീലിയൻ ഫിലോഡെൻഡ്രോണും ഒരുമിച്ചാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ചെടികളാണ് നമ്മൾ പോസ്റ്റ് വെച്ച് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്ത ചെടികളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മോൺസ്റ്റെറ മിനി മോൺസ്റ്റെറ ചെടികളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ. നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് മോൺസ്റ്റെറ ചെടിയാണെന്ന് തോന്നിക്കെങ്കിലും നമ്മളെ റാപ്പിഡ് ഫോറ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടു കൊടുത്തിട്ടുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും ബൈ.